ദിവികാരുണ്യ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ധന്യനാമത്തിന് എന്നെന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. എന്തെന്നാൽ അവിടുന്ന് പിച്ചള വാതിലുകൾ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്നു ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ ദുരിതത്തിലായി. അവരെല്ലാ ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങളിൽ നിന്ന് രക്ഷിച്ചു. അവിടെ തന്നെ വചനം അയച്ചവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ. ദിവ്യകാരുണ്യ ഈശോയിലും പരിശുദ്ധ അമ്മ മാതാവിലും ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയരെ, ഈ വരുന്ന ഏപ്രിൽ 4-ാം തീയതി ആദ്യ വെള്ളിയാഴ്ച സെയിൻറ്റ് ജോസഫ് റോമൻ കാത്തലിക് ചർച്ച് മണിമല കരിക്കാട്ടൂരിൽ വെച്ച് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ദൈവവചന പ്രഘോഷണവും പൈശാചിക ശക്തികൾക്കെതിരെയുള്ള അതിശക്തമായ വിടുതൽ ശുശ്രൂഷയും നടത്തപ്പെടുകയാണ്. ദിവ്യകാരുണ്യ ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ദൈവരാജ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ദൈവവചനം ശ്രവിക്കുവാൻ, ഈ കാലഘട്ടത്തിൽ ഒരു ദൈവമകനെയും ഒരു ദൈവമകളെ, ഒരു കുടുംബത്തെയും ദേശത്തെയും രാജ്യങ്ങളെയും തലമുറകളെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചിക അരൂപികളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യ ഈശോ ഒരുക്കുന്ന അതിശക്തമായ അസാധാരണമായ വിടുതൽ അനുഭവത്തിലേക്ക് ഓരോ വ്യക്തിക്കും കുടുംബങ്ങൾക്കും ദേശങ്ങൾക്കും രാജ്യങ്ങൾക്കും കടന്നു വരുവാൻ ദിവ്യകാരുണ്യ ഈശോ ക്രമീകരിച്ചിരിക്കുന്ന ഈ വചന ശുശ്രൂഷയിലേക്കും അതിശക്തമായ വിടുതൽ ശുശ്രൂഷയിലേക്കും നിങ്ങളെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ ഒത്തിരി ആഗ്രഹത്തോടെ, ഒത്തിരി വിശ്വാസത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി ഒരുക്കത്തോടെ നമുക്ക് പങ്കെടുക്കാം. സ്വർഗമൊരുക്കുന്ന ഈ മഹനീയ മണിക്കൂറിൽ ഒത്തിരി ദാഹത്തോടെ നമുക്ക് പങ്കെടുക്കാം. നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി, കുമ്പസാരിച്ചൊരുങ്ങി, ഈശോ ഒരുക്കുന്ന തനന്തമായ കരുണയാൽ തൻ്റെ മക്കൾക്ക് ഒരുക്കുന്ന ഈ വിടുതൽ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പങ്കെടുക്കാം. പരമാവധി ആളുകളിലേക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഷെയർ ചെയ്തുകൊണ്ട് അനേകം മക്കളെ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈശോ നൽകുന്ന ഈ വിടുതൽ അനുഭവം അത് ഓരോരുത്തരും, ഓരോ വ്യക്തിയും, ഓരോ കുടുംബം സ്വന്തമാക്കാൻ നമുക്ക് നന്നായിട്ട് ഈ ദിവസങ്ങളിൽ ഒരുങ്ങാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണമേ എന്നും ഒത്തിരി സ്നേഹത്തോടെ അപേക്ഷിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്കും ഓരോ കുടുംബത്തിനും ആവശ്യമുള്ളത് അതിശക്തമായ വിടുതൽ അനുഭവങ്ങളാണ്. കാലത്തിൻ്റെയും എല്ലാ ആധുനിക യുഗത്തിൻ്റെയും ഈ അതിപ്രസരത്തിൽ ജീവിക്കുന്ന നമ്മൾക്ക് തിന്മയ്ക്കെതിരെ പോരാടണമെങ്കിൽ, വിശുദ്ധിയിൽ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ, കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ, ദേശങ്ങൾ വിടുതൽ പ്രാപിക്കണമെങ്കിൽ അതിശക്തമായ വിടുതൽ ലഭിച്ചേ തീരൂ. ആ ശുശ്രൂഷ ഇവിടെ നിങ്ങൾക്കായി ഈശോ ഒരുക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവാൽ പ്രേരിതരാവുന്ന നിങ്ങളെല്ലാവരും ഈ ശുശ്രൂഷയിൽ നേരിട്ട് പങ്കെടുത്ത് വിടുതൽ സൗഖ്യം പ്രാപിക്കണമെന്ന് യാചിക്കുന്നു. അതോടൊപ്പം തന്നെ അനേകരിലേക്ക് ഈ ശുശ്രൂഷയെക്കുറിച്ച് അറിയിച്ച് അനേകരെ ഈ ശുശ്രൂഷയിൽ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥതയിലൂടെ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും ആമേൻ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.